മേപ്പാടി പഞ്ചായത്തിനെ തച്ചുടച്ചുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 3 വാർഡുകളെ 10, 11, 12, അതായത് മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, ഈ 3 വാർഡുകളെ പൂർണ്ണമായും നിലം പരിശ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ എങ്ങനെയാണ്, എത്ര പേരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ദാ നോക്കൂ, മുണ്ടക്കൈ വാർഡിൽ ആകെ ഉണ്ടായിരുന്നത് 1250 പേരാണ്. ഇപ്പോൾ ക്യാമ്പിൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ ദുരന്തത്തെ അതിജീവിച്ച് എത്തിയിരിക്കുന്നത് വെറും 500 പേർ മാത്രമാണ്. എത്രയോ പേർ ഈ ദുരന്തത്തിൽ അകപ്പെട്ട് മണ്ണിനടിയിലായി കഴിഞ്ഞു. ഇനി തകർന്ന വീടുകളുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ ദാ നോക്കൂ, 540 വീടുകൾ അവിടെ ഈ പൂർണ്ണമായും ഈ മണ്ണിനടിയിൽപ്പെട്ട് തകർന്ന് നാമാവശേഷം. ഇനി അവശേഷിക്കുന്ന വീടുകൾ എന്ന് പറയുന്നത് 21 വീടുകൾ മാത്രമാണ് ഇനി ഈ മുണ്ടക്കൈ വാർഡിൽ ബാക്കിയുള്ളത് എന്നുള്ളതാണ്. അത്രമാത്രം ഭീതിജനകമായിട്ടുള്ള ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ഇനിയിപ്പോൾ ഇതര സംസ്ഥാനക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ 65 ഇതര സംസ്ഥാനക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ദുരന്തത്തെ അതിജീവിച്ച് ക്യാമ്പിൽ ഉള്ളത് വെറും 35 പേർ മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളവർ എവിടെ പോയി എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം അത് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ചൂരൽമല വാർഡിലേക്ക് നോക്കൂ, അവിടെ 3000-ഓളം പേരാണ് ഈ ചൂരൽമല വാർഡിൽ ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ 135 പേരിപ്പോൾ കാണാതായിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ അവർ നാളെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിപ്പെട്ടേക്കാം. പക്ഷേ ആ ദുരന്തം വലിയ തോതിലുള്ള നാശം ചൂരൽമലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. വീടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 600 വീടുകൾ അവിടെ നിലം പരിശായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മറ്റൊരു വാർഡ് എന്ന് പറയുന്നത് അട്ടമല വാർഡാണ്. അട്ടമല വാർഡിൽ ആകെ 2500 പേരാണ് ഉള്ളത്. അതിലിപ്പോൾ 12 പേർ ഇപ്പോൾ കാണാമറയത്താണ്. അവിടെ നശിച്ച വീടുകളുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ 68 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിൽ പെട്ട് കഴിഞ്ഞു. 348 കെട്ടിടങ്ങൾ നിലം പരിശായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ. മേപ്പാടി പഞ്ചായത്ത് പൂർണ്ണമായും ഏകദേശം ഇല്ലാതായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത്രമാത്രം ദുരന്തം കാര്യമായിട്ട് ഈ ഉരുൾപൊട്ടൽ ഈ പ്രദേശത്തെ, ഈ പഞ്ചായത്തിനെ ബാധിച്ചു എന്ന് വേണം പറയാൻ.